യുദ്ധം അവസാനിപ്പിക്കുകയാണ്, പിന്മാറാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. യുദ്ധം തുടങ്ങി 20-ാം ദിനത്തിലാണ് പിന്മാറുകയെന്ന പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഇറാനെ അവസാനിപ്പിക്കാമെന്ന ചിന്തയിലിറങ്ങിയ ഇസ്രായേൽ സ്വയം കുഴി തോണ്ടിക്കഴിഞ്ഞു. ഇറാന് ഇടവും വലവും നിന്ന് ചൈനയും റഷ്യയും നൽകിയ കലവറയില്ലാത്ത പിന്തുണയാണ് ഇറാനെ പിടിച്ചു നിർത്തിയ ഘടകം. അമേരിക്കയുമായുള്ള ശത്രുതയാണ് റഷ്യയെ ഇറാന് പിന്തുണ നൽകാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സുപ്രധാന ക്രൂഡ് ഓയിൽ ഉറവിടം തകരാതെ നോക്കേണ്ടതുണ്ട്. ഈ കാരണങ്ങളാൽ ആയുധവും തന്ത്രങ്ങളുമായി രണ്ട് രാജ്യങ്ങളും ഇറാന് ചുറ്റും നിന്നതോടെയാണ് ഇസ്രായേലിന് അപകടം മണത്തത്. എന്തായാലും ഇറാൻ യുദ്ധം 4-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ യുദ്ധതന്ത്രങ്ങളിൽ മാറ്റം വരുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ നൈസായിട്ട് ഇറാനിൽ നിന്ന് പിന്മാറുന്നത്. ഇറാന്റെ ഇന്ധന പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം ആവശ്യപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നെതന്യാഹു യുദ്ധത്തിന് തിരശീലയിടുന്നത്. മാർച്ച് 18-ന് ഇറാന്റെ വടക്കൻ തീരത്തുള്ള അസലുയയിലെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണം തനിച്ച് ആസൂത്രണം ചെയ്തതായിരുന്നുവെന്ന് നെതന്യാഹു സമ്മതിച്ചിട്ടുണ്ട്. ഈ നീക്കത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. വാതക പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണം ആഗോള വിപണിയെ ബാധിക്കുമെന്ന ആശങ്ക ട്രംപ് ഭരണകൂടം പങ്കുവച്ചു കഴിഞ്ഞു. ഭാവിയിൽ ഇത്തരം ലക്ഷ്യങ്ങൾ ഒഴിവാക്കാമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതായും ഇസ്രായേൽ അത് അംഗീകരിച്ചതായും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഇറാനിലെ നിലവിലെ ഭരണകൂടം തകരാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് സാഹചര്യങ്ങൾ ഇസ്രായേൽ ഒരുക്കി നൽകിയിട്ടുണ്ടെങ്കിലും മാറ്റം കൊണ്ടുവരേണ്ടത് അന്തിമമായി ഇറാൻ ജനതയാണെന്ന് നെതന്യാഹു മറുപടി നൽകുന്നുമുണ്ട്. അതായത് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കവും പാളി എന്ന് നെതന്യാഹു സമ്മതിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഭരണകൂടം തകരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഞങ്ങൾ അവരെ ദുർബലമാക്കിയിട്ടുണ്ട്. അത് മുതലെടുത്ത് ഭരണമാറ്റം കൊണ്ടുവരേണ്ടത് അവിടുത്തെ ജനങ്ങളാണ്. അതായത് ഞങ്ങൾ ശ്രമിച്ചു, എന്നാൽ ഇറാൻ ചെറുത്തു നിന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും ആയിക്കോളൂ എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷിയും മിസൈൽ നിർമ്മാണശാലകളും തകർത്തു കഴിഞ്ഞുവെന്നും ഇനി അവർക്ക് തിരിച്ചു വരവ് എളുപ്പമല്ലെന്നും നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് തകർന്നു വീണത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ബെൻ ഗുരിയൻ അന്താരാഷ്ട്ര എയർപോർട്ടിന് നേരെയാണ് ഇറാന്റെ വമ്പൻ മിസൈൽ ആക്രമണം നടത്തിയത്. വിമാനത്താവളത്തിന്റെ സുപ്രധാന ഏരിയകൾ തകർന്ന് തരിപ്പണമായെന്ന് കാണാൻ സാധിക്കും. സംഭവത്തിൽ 3 സ്വകാര്യ വിമാനങ്ങൾക്ക് ഗുരുതരമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സംവിധാനം തകർത്ത ഇറാൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വിമാനങ്ങൾക്ക് മുകളിൽ പതിച്ചാണ് ഇത്രയും വലിയ അപകടമുണ്ടായതെന്നാണ് ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന 3 ആഡംബര സ്വകാര്യ വിമാനങ്ങൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. മിസൈൽ ചില്ലുകൾ പതിച്ച് വിമാനങ്ങളുടെ പുറം ഭാഗത്തിനും എഞ്ചിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ പക്കൽ ആയുധങ്ങളില്ല എന്ന് നെതന്യാഹു പ്രതികരിച്ചതിന് പിന്നാലെയാണ് വിമാനത്താവളം ചാമ്പലായത്. സഖ്യകക്ഷികളുടെ പിന്മാറ്റവും അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങളും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഇറാന്റെ പക്കൽ ഇനിയും മിസൈൽ ശേഖരമുണ്ടെന്നും എന്നാൽ അത് പ്രയോഗിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നുമാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ സമയം വരട്ടെ, കാണിക്കാമെന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇസ്രായേലിന്റെ ഉറ്റ ബന്ധുവായ ഇന്ത്യ പോലും ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പാചകവാതക ക്ഷാമം ഇങ്ങ് കൊച്ചു കേരളത്തെ പോലും കാര്യമായി ബാധിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ചെറുകിട ഹോട്ടലുകൾ അടക്കം അടച്ചുപൂട്ടി കഴിഞ്ഞു. ഇറാൻ എന്ന പശ്ചിമേഷ്യൻ രാജ്യം ഈ ലോകത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചടി തുടങ്ങി. ഇറാൻ അങ്ങനെ എളുപ്പം കീഴടങ്ങില്ല എന്ന സന്ദേശം നൽകിയതോടെയാണ് ഇസ്രായേൽ പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലെടുക്ക് അടച്ച ഇറാൻ ലോക വ്യാപാരത്തിന്റെ സ്പന്ദനം തന്നെയാണ് തടസ്സപ്പെടുത്തിയത്. ഹോർമുസ് തുറക്കണമെന്ന് പലകുറി അമേരിക്ക ആവശ്യപ്പെട്ടിട്ടും ഇറാന് കുലുക്കമില്ല. ഈ കടലെടുക്ക് കടന്നു വേണം ഇന്ത്യയിലേക്ക് അടക്കം പ്രകൃതി വാതകവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും എത്തിക്കാൻ. ഇതോടെ ലോകം നിശ്ചലമാകുന്ന ദിനങ്ങളാണ് മുന്നിൽ. കനത്ത തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിലും ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം തടയാൻ ഇറാന് ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട്. ഇറാനൊപ്പം ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്.